ഇന്നത്തെ എപ്പിസോഡിൽ 2 സൂപ്പർ ഫാമിലീസിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫാമിലിയെ സ്വാഗതം ചെയ്യാം. ഇവിടെ കണ്ട പോലൊരു തോന്നൽ എനിക്കുണ്ട്. നല്ല മുഖപരിചയം. അല്ല എനിക്ക് എന്റെ അടുത്തൊരാളുടെ ഒരു മുഖപരിചയം മനസ്സിലായില്ലേ? അയ്യോ ചിറ്റപ്പ, ഇത് അടിപൊളിയായല്ലോ. കരയൊക്കെ കുറച്ച്. ഇതെന്താ ജംസ് മിഠായി? അത് ഫാഷനാ. കൊള്ളാലോ. ഇതെങ്ങനെ മാറ്റമില്ലേ? മാറ്റമില്ലേ? നല്ല മാറ്റമുണ്ട്. ഈ മന്ദാഗിരിയാ മാറ്റിയെടുത്തേ. ഇനി നിങ്ങളെ പഴയ ചിറ്റപ്പനൊന്നുമല്ല, ഇതിപ്പോ എന്റെ ഭർത്താവ്. നല്ല ചുറുചുറു കൊള്ളാവനാ. കൊള്ളാം. എന്നാലും ചിറ്റപ്പൻ വൈകിയാണെങ്കിലും ഒരു കല്യാണം കഴിച്ചപ്പോ ഇങ്ങനത്തെ നല്ല മാറ്റങ്ങളൊക്കെ വിചാരിച്ചില്ല. സന്തോഷം. ഓ താങ്ക് യു. അല്ല ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? നിങ്ങളെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ? അല്ല, ഈ കല്യാണം കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മറ്റേ വിരുന്നിന് പോവാ, ലഡു ജിലേബി കഴിക്കാം, വേറൊരു ചടങ്ങുണ്ടല്ലോ, രജിസ്റ്റർ ചെയ്യാ, ഭാര്യ ഭർത്താവ്. അതല്ലെന്ന് മറ്റേത് മറ്റേതില്ലേ മറ്റേത് കഥകളി കാണിക്കാതെ കാര്യം പറിച്ചിട്ടപ്പാ. ഹണിമൂൺ. പോവാണോ? നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? അത് പറ. ഗോവ. എന്നെ പൊന്നുമോളെ, നമ്മള് ഗോവയ്ക്കാ പോകുന്നേ. ഗോവയ്ക്ക് പോണ്ട, എനിക്ക് ഊട്ടി പോയാ മതി. അപ്പൊ ഇത്ര നേരം പറഞ്ഞപ്പോ ഗോവ ഞാൻ ഗോവയ്ക്ക് പോയാ മതി. എനിക്ക് ഊട്ടി പോയാ മതി. മറ്റേ മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഇപ്പത്തെ അത് ഭയങ്കര ട്രെൻഡ്. നമുക്ക് അവിടെ പോയി റീൽസ് ഒക്കെ എടുക്കാം. ട്രെൻഡും ഇതൊന്നും വേണ്ട, നമുക്ക് ഗോവ മതി. ഊട്ടി മതി. ഗോവ മതി. ഊട്ടി മതി. നിങ്ങൾ ഏതെങ്കിലും ഗോട്ടിക്ക് പോകും. ഞങ്ങൾ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? ഗോവ മതി. എനിക്ക് ഊട്ടി പോയാ മതി. ഗോവ മതി. ഊട്ടി മതി. ഓ ദാണ്ട് വരുന്ന അളിയൻ. അയ്യോ മറ്റേ ജയില്. അതൊന്നും പേടിക്കണ്ട, അതൊന്നും അറിയും. എന്തോ ആയത് അളിയാ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, ഇപ്പൊ തന്നെ തുടങ്ങിയോ അടിയ സൗന്ദര്യ പണക്കൊക്കെ? എന്റെ പൊന്നളിയത് സൗന്ദര്യപ്പണക്കൊന്നും അല്ല. ഇത് മറ്റേ ഹണിമൂണിന് പോകുന്നതിന്റെ ഒരു ചർച്ച, അതൊക്കെ അത്രേ ഉള്ളൂ. ഹണിമൂണ് നല്ല തീരുമാനം അളിയാ. ഗുഡ്. അട്ടെ എങ്ങോട്ടാ പോകുന്നേ? ഗോവ. ഗോവ അടിപൊളി സ്ഥലമല്ലേ, കാണാൻ കൊറേ ഉണ്ട്. നല്ല തീരുമാനം. ചേട്ടാ എനിക്ക് ഊട്ടി പോയാ മതി, ഗോവയിലൊന്നും പോണ്ട. എന്റെ പൊന്നുമോളെ, നിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണ്ടേ? ഊട്ടി ബെസ്റ്റ് സ്ഥലമല്ലേ? ഹണിമൂൺ എന്നൊക്കെ പറയുമ്പോ ഊട്ടിയിലെ കുതിരയും ആ കുതിരക്കാരൻ. ഊട്ടിയിൽ കുതിരയും ഹണിമൂണും തമ്മിൽ എന്താ ഊട്ടി വേണ്ട. എന്റെ അളിയാ, ഊട്ടിയിലെ ക്ലൈമറ്റ് ഇപ്പൊ ഇത്തിരി മോശമാണെങ്കിലും കാലാവസ്ഥ അത് നമുക്ക് അനുകൂല. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഈ സ്കൂളിൽ നിന്ന് ടൂർ പോയാ ഊട്ടി, നാട്ടുകാരെവിടെയും കല്യാണം കഴിച്ച് ഹണിമൂൺ പോയാ ഊട്ടി. എന്തിനാ ഈ ഒന്ന് പറഞ്ഞ രണ്ടിന് ഊട്ടി വെച്ച് പിടിക്കുന്നേ? ചേട്ടാ ഊട്ടി പോയി നല്ല ഫ്രഷ് ക്യാരറ്റ് കഴിക്കേട്ടാ. പിന്നെ ഊട്ടി പോയി ഫ്രഷ് ക്യാരറ്റ് കഴിക്കാൻ നീ എന്താ ചോട്ടുപോയല്ലോ? അല്ല, അവൾ അതില് പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടേട്ടാ. എന്താന്ന് വെച്ചാലേ, ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നേ നല്ല ഭക്ഷണം കഴിക്കാം. ഈ പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അളിയാൻ കഴിച്ചിട്ടുണ്ടോ? അളിയ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമ്മളൊരു ചായ പറഞ്ഞ അവരിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഒരു കപ്പി പഞ്ചസാര, ഒരു കപ്പി തേയില, ഒരു കപ്പി വെള്ളം, ഒരു കപ്പി പാല് കൊണ്ട് വെച്ച് തരും. നമുക്ക് ഒരു ചായ വേണമെങ്കിൽ നമ്മൾ ഇട്ട് കുടിക്കണം. എന്നിട്ട് പൂത്ത കാശ് അവർക്ക് എടുത്തു കൊടുക്കണം. ഗോവയാണെങ്കിൽ നല്ല നാടൻ ഭക്ഷണം. ഓ അത് ശരി. എനിക്ക് ഗോവയിൽ പോണ്ട, എനിക്ക് ഊട്ടി പോയാ മതി. അളിയാ, അവക്ക് ഊട്ടി പോയാ മതി എന്ന്. ഗോവയ്ക്ക് പോയാ മതി. ഗോവയ്ക്ക് പോയാ മതി. ഊട്ടി പോയാ മതി. ഊട്ടി മതി. ഗോവയ്ക്ക് പോയാ മതി. ഗോവ മതി. ഊട്ടി മതി. ഊട്ടി മതി. ഗോവ മതി. ഗോവ മതി. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് തീരുമാനാക്കി. ഇവിടെ ഒരു പരിപാടി നടത്തണ്ടേ? ഗോവ മതി. നിങ്ങൾക്കിപ്പോ ഹണിമൂണിന് പോയാ പോരെ? മതി. ഒരു കാര്യം ചെയ്യാം. അളിയന് ഗോവയ്ക്കല്ലേ ഹണിമൂണിന് പോണ്ടേ? അളിയന്റെ ഹണിമൂൺ അളിയൻ ഗോവയ്ക്ക് കിട്ടോ? താങ്ക് യു അളിയ. ചേട്ടാ നീ വിഷമിക്കണ്ട, നിനക്ക് ഊട്ടിക്കല്ലേ പോണ്ടേ? നിന്റെ ഹണിമൂൺ നീ ഊട്ടിക്കും വിട്ടോ. പ്രശ്നം തീർന്നില്ലേ? മക്കളെ, അവരെ ചിറ്റപ്പൻ ഹണിമൂൺ പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം. ഓക്കെ, ശരി, ടാറ്റ. ഇത് കിട്ടി. ശരി മോളെ. ചെറിയ കാര്യത്തിനാണ്. അല്ലളിയാ, ഇതിപ്പോ ഞങ്ങളുടെ അല്ലേ ഹണിമൂൺ? പിന്നെ ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ഇതാണപ്പോ വലിയ പ്രശ്നം. നിങ്ങൾക്കൊരു ഹണിമൂൺ എന്നൊക്കെ പറയുമ്പോ ഒന്ന് സംസാരിച്ചാലൊക്കെ പോരെ? ഫോണല്ലേ കയ്യിലിരിക്കുന്നേ, വീഡിയോ കോൾ വിളിച്ചാ പോരെ? ഈ ചെറിയ കാര്യത്തിനാണ് എന്റെ പൊന്നോ. മക്കളെ, അവരെ ശരിയല്ലയാ? എന്റെ സാഹസിക കൊച്ചെ, ഇവന്മാര് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിച്ചേനെ ഞാൻ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കണേ. ഇതേപോലത്തെ ബുദ്ധി പറഞ്ഞു കൊടുത്താൽ മതിയോ? അത് ഞങ്ങൾ ഏറ്റു. അതാ വരുന്നേ. ശരി.
ഒരാള് ഗോവയ്ക്കും ഒരാള് ഊട്ടിക്കും ഊട്ടിക്കും. എന്ത് ഹണിമൂണാ ചെയ്യാൻ ഇവരൊക്കെ പോകുന്നത്? നമ്മുടെ ചിറ്റപ്പൻ. അവരുടെ ഹണിമൂൺ എന്തായിരിക്കും നമുക്ക് നല്ല ഊഹിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മത്സരം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റില്ല. 2 കിടിലൻ ഫാമിലീസിനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട.